ബിഗ് ബോസ് മലയാളം സീസൺ 7 അങ്ങനെ നമ്മളൊക്കെ പ്രതീക്ഷിച്ച രേണു സുധി എത്തിയിരിക്കുകയാണ്. രേണു സുധി എത്തുമെന്ന് എല്ലാവർക്കും അറിയായിരുന്നു. കാരണം ആ സോഷ്യൽ മീഡിയ നന്നായിട്ട് നിരീക്ഷിക്കുന്ന എല്ലാവർക്കും മനസ്സിലാവും രേണു സുധി ബിഗ് ബോസിനകത്ത് ഉണ്ടാകുമെന്ന്. അത് നമ്മുടെ ദാസേട്ടൻ കോഴിക്കോടിനോടൊപ്പമുള്ള ആ ഡാൻസ് കണ്ട സമയം തൊട്ട് തന്നെ നമ്മളൊക്കെ സംശയിച്ചിരുന്ന ഒരു കാര്യമാണ്. രേണു സുധി ബിഗ് ബോസ് വീടിനകത്തേക്ക് എത്തിയിരിക്കുകയാണ്. പറയാതിരിക്കാൻ പറ്റില്ല, രേണു സുധി അവിടെ വരെ എത്തി. അതൊരു ചെറിയ കാര്യമല്ല. സോഷ്യൽ മീഡിയയിലൂടെ തരംഗമായിട്ടാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. അല്ലാതെ വലിയ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരു ആർട്ടിസ്റ്റ് ഒന്നും അല്ല. എന്തായാലും ബിഗ് ബോസ് മലയാളം സീസൺ 7 രേണു സുധി എത്തിയിരിക്കുകയാണ്. ഹലോ ഗൈസ്, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. രേണു സുധി ദേ ഇപ്പോൾ ബിഗ് ബോസിൽ കയറിയിരിക്കുകയാണ്. കുറെ നാളുകളായിട്ട് രേണു സുധി ബിഗ് ബോസിലേക്ക് ഉണ്ടോ, ചിലർ പറയില്ല, ഉണ്ട് ഇല്ല കുറെ വീഡിയോസുകൾ ഇങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ട്. അതിന്റെ തലേദിവസം വരെ, അതായത് ഇന്നലെ വരെ പറയും രേണുവിനെ പുറത്താക്കി, അങ്ങനെയാണ് ഇങ്ങനെയാണ്. എന്തായാലും ദേ ലാസ്റ്റ് രേണു സുധി ബിഗ് ബോസ് വീട്ടിനകത്ത് കയറിയിരിക്കുകയാണ്. എന്തായാലും ഇത്തവണത്തെ ബിഗ് ബോസ് രേണുസുധി ഉണ്ടായതുകൊണ്ട് ഒരു ഓളം തന്നെ ആയിരിക്കാം. കാരണം കുറെ ആൾക്കാർ രേണുസുധിയെ പ്രതീക്ഷിച്ച്, ഈ ഒരു രേണുസുധി ഉണ്ടായതുകൊണ്ട് കുറെ ആൾക്കാർ ബിഗ് ബോസ് കാണാൻ കുറച്ചധികം ആൾക്കാർ കൂടുതൽ തന്നെ ഉണ്ടാകും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ രേണുസുധി ഈ അടുത്തിടെയായിട്ട് ഉണ്ടാക്കിയ ഓളം കുറച്ചൊന്നും അല്ലല്ലോ, അത്രയ്ക്ക് ഉണ്ടല്ലോ. അപ്പൊ രേണുസുധിയുടെ റിയൽ ആയിട്ടുള്ള ക്യാരക്ടർ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ, ബിഗ് ബോസ് കാണാത്തവർ പോലും ഇത്തവണ കണ്ടു തുടങ്ങുന്നവരും ഉണ്ടായിരിക്കാം. അല്പസ്വല്പം നെഗറ്റീവ് ഉണ്ടെങ്കിലും രേണു നല്ലതുപോലെ കണ്ടന്റ് കൊടുക്കുന്ന ഒരു വ്യക്തി തന്നെയാണ്. അതുകൊണ്ടാണല്ലോ അതേ ഇപ്പൊ ബിഗ് ബോസ് വരെ എത്തിയത്. നല്ല രീതിയിൽ തന്നെ അവിടെ നിന്ന് കണ്ടന്റ് കൊടുത്ത് നല്ല രീതിയിൽ തന്നെ കളിക്കട്ടെ. ഞാൻ ഈ ബിഗ് ബോസ് ഒന്നും വലുതായിട്ട് കാണുന്ന ഒരാളല്ലായിരുന്നു ആദ്യമൊന്നും. എന്നാൽ ഇപ്പൊ 2-3 വർഷമായിട്ട് ബിഗ് ബോസ് ശരിക്കും ഞാൻ കാണാറുണ്ട്. കുത്തിയിരുന്ന് ടിവിയുടെ മുന്നിൽ കുത്തിയിരുന്ന് ഞാൻ കാണാറുണ്ടായിരുന്നു. എന്തായാലും ഇത്തവണത്തെ ഒരു ബിഗ് ബോസ് കാണാൻ ഒന്നും കൂടി ഒരു ഇൻട്രസ്റ്റ് ഉണ്ട്. കാരണം എന്ന് വെച്ചാൽ രേണുസുധി തന്നെ, കാരണം നമ്മളെല്ലാവരും ഡെയിലി കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഈ രേണുവിന്റെ റിയൽ ക്യാരക്ടർ എന്താണെന്ന് അറിയാനും ഒക്കെ ഒരുപാട് ആൾക്കാർ അതിലേക്ക് വരാനും ചാൻസ് കൂടുതലാണ് ഇത്തവണത്തെ ബിഗ് ബോസിൽ. ബിഗ് ബോസിൽ വെച്ചിട്ട് രേണുവിനെ കണ്ടപ്പോൾ ലാലേട്ടൻ കുറച്ച് കാര്യങ്ങൾ രേണുവിനെ കുറിച്ചിട്ട് പറഞ്ഞു. അതെന്താണെന്നൊന്ന് കേട്ടു നോക്കാം. ലാലേട്ടൻ അടക്കം ചിരിച്ച ഒരു മത്സരാർത്ഥി മറ്റാരുമല്ല രേണു സുധി. രേണു സുധിയും ബിഗ് ബോസ് ഹൗസിൽ കയറിയിട്ടുണ്ട്. രേണു സുധിയെ കണ്ടപാടെ ലാലേട്ടൻ കുശലാന്വേഷണങ്ങൾ നടത്തിയ ശേഷം പറഞ്ഞത്, ഞാൻ ജപ്പാനിൽ ഈയിടയ്ക്ക് പോയിരുന്നു, അവിടെയും എന്നോടും പലരും ചോദിച്ച കാര്യം രേണു സുധിയെ പറ്റിയാണ്. ഞാൻ ജപ്പാനിൽ ചെന്നപ്പോൾ അവിടുത്തെ ആളുകൾ രേണുസുധിയെ കുറിച്ച് അന്വേഷിച്ചു എന്ന്. എന്തായാലും അതിൽ പരം ഒരു ഭാഗ്യം എന്താണ് വേണ്ടത്? അതോ ഇത്രയും പ്രശസ്തനായ ഒരു നടന്റെ അടുത്താണ് രേണുസുധിയെ കുറിച്ചിട്ട് ആ ജപ്പാനിലുള്ള ആൾക്കാർ അന്വേഷിച്ചിരിക്കുന്നത്. എന്തായാലും ഇത്തവണത്തെ ബിഗ് ബോസ് രേണുസുധി കൊണ്ടുപോകും എന്ന് തന്നെയാണ് തോന്നുന്നത്. നല്ല രീതിയിൽ കണ്ടന്റ് ഒക്കെ കൊടുത്ത് അവിടെ നിൽക്കുകയാണെങ്കിൽ രേണുസുധിയെ കപ്പടിക്കും എന്ന് തന്നെയാണ് തോന്നുന്നത്. അത്രയ്ക്ക് ഫേമസ് ആണല്ലോ എന്നുള്ള രീതിയിൽ തമാശ രൂപേണയാണ് രേണുവിനെ അഭിസംബോധന ചെയ്തത്. കുടുംബങ്ങളടക്കമുള്ള ഒരു AVയും അവിടെ കാണിച്ചു എന്നറിയാൻ കഴിഞ്ഞു. സുധിച്ചേട്ടൻ ട്രാവലിംഗിനും മറ്റും ഉപയോഗിച്ച ഒരു ട്രോളി ബാഗുമായാണ് രേണു സുധി ബിഗ് ബോസിലേക്ക് എത്തുന്നത്. എന്തായാലും രേണു സുധിയുടെ പേര് വെച്ചിട്ട് ബിഗ് ബോസ് വരെ എത്തിയിരിക്കുകയാണ്. ഒരുപാട് കാര്യങ്ങൾ ഇനിയും മുന്നോട്ട് പോട്ടെ. എത്ര നെഗറ്റീവ് ആണെങ്കിലും അതിൽ കയറി പറ്റാനൊക്കെ ഒരു ഭാഗ്യവും കൂടെ വേണം. എന്തായാലും രേണുവിന് ആ ഭാഗ്യം ഉണ്ടായി. എന്തായാലും നെഗറ്റീവ് അടിക്കുന്നവര് അവിടെ മാറിയിരുന്ന് അടിക്കട്ടെ. എന്തായാലും രേണു മുന്നോട്ട് തന്നെ പോകാൻ തന്നെ തീരുമാനിച്ച് കാലെടുത്ത് വെച്ച് മുന്നോട്ട് തന്നെ പോകട്ടെ. എന്തായാലും നല്ല രീതിയിൽ കണ്ടന്റ് കൊടുത്ത് നല്ല രീതിയിൽ കളിക്കുവാണെങ്കിൽ നമ്മളും സപ്പോർട്ട് തന്നെ ഉണ്ടാകും. രേണുവിനെ നെഗറ്റീവ് പറയുന്നവർ പോലും ഇപ്പോൾ സപ്പോർട്ടുമായിട്ട് മുന്നോട്ട് വന്നിരിക്കുകയാണ്. നല്ല രീതിയിൽ തന്നെ അവിടെ കണ്ടന്റ് ഒക്കെ ഉണ്ടാക്കി നല്ല രീതിയിൽ തന്നെ കളിക്കുവാണെങ്കിൽ എല്ലാവരുടെയും ഫുൾ സപ്പോർട്ടും ഉണ്ടാകും. എന്തായാലും കയറി അന്ന് തന്നെ അവിടെ അടി ഉണ്ടാക്കി എന്നാണ് അറിയുന്നത്. ഒന്നും കൂടത്തെ ലിസ്റ്റ് പറഞ്ഞാൽ രേണു സുധി അവസാനമാണ് കയറിയിരിക്കുന്നത്. അതെ, അവിടെ കയറിയ പാട് അടി പൊട്ടിയിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിച്ചത്, കണ്ടറിയാം. രേണു പിന്നെ എവിടെ ചെന്നാലും കോളിളക്കം പതിവാണല്ലോ. ചെന്ന് അന്ന് തന്നെ അടി ഉണ്ടാക്കാൻ രേണുവിനെ കഴിഞ്ഞേ ഉള്ളു ആരായാലും. എന്തായാലും ആ ബിഗ് ബോസിലുള്ളവരെല്ലാം ടാർഗറ്റ് ചെയ്യുന്നത് ഇപ്പൊ രേണുസുധി ആയിരിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ നിറഞ്ഞു നിൽക്കുന്നത് രേണുസുധി തന്നെയാണ്. അപ്പോൾ എല്ലാവരുടെയും ഒരു ടാർഗറ്റ് എന്ന് പറയുന്നതും രേണുസുധി തന്നെ ആയിരിക്കാം. ഒരു സോങ് പാടിയതുകൊണ്ട് രേണുസുധി ഒരു സോങ് പാടിയതുകൊണ്ട് തമിഴ്നാട്ടിൽ നിന്ന് പോലും നിരവധി ആരാധകരാണ് ഇപ്പം രേണുസുധിക്കുള്ളത്. ஸ்ருதி அபி ஆலப்புழா சாங்குக்காக தமிழ்நாடு கோயம்புத்தூர் காத்துட்டு இருக்கு. ஸ்ருதி அபே அழைப்பி உங்களோட சாங் எப்ப ரிலீஸ் ஆக போகுது? தமிழ்நாட்டு பசங்க காத்துக்கொண்டே இருக்கும்.
ഹായ് നമസ്കാരം, ഞാൻ രേണുസുതി. അഭയകുമാർ ആലപ്പി ദ മെഡിറ്റേഷൻ എന്ന ഫിലിമിന് വേണ്ടിയിട്ട് ഞാനൊരു തമിഴ് ഗാനം ആലപിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഇന്നലെ റിലീസായിരിക്കുകയാണ്. എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക. ரேணுசுதி அபலா நபி சாங் வந்து தமிழ்நாட்டில் சூப்பராக போயிட்டுருக்கு. நல்லா கொண்டாடிட்டு இருக்கோம். நல்ல சாங்காக இருக்குது. രേണുവിന്റെ ഒരു പ്രൊമോയിൽ വന്ന കമന്റ്സുകൾ, കുറെ കമന്റ്സുകൾ നല്ല പോസിറ്റീവായിട്ട് തന്നെയാണ്. ഈ നെഗറ്റീവ് പറഞ്ഞവർ പോലും ഇപ്പോൾ പോസിറ്റീവായിട്ടാണ് രേണുവിനോട് സപ്പോർട്ടായിട്ട് നിൽക്കുന്നത്. കാരണം നല്ല രീതിയിൽ കളിച്ചാല്, നല്ല രീതിയിൽ കണ്ടന്റ് ഒക്കെ കൊടുത്ത് അവിടെ നിന്നാല് രേണുവിന് നല്ല രീതിയിൽ തന്നെ മുന്നേറാൻ കഴിയും. എന്തായാലും നല്ല രീതിയിൽ തന്നെ കളിച്ച് കപ്പും ഒക്കെ ആയിട്ട് തന്നെ പുറത്തു വരട്ടെ. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ, രേണുസുതി ആരെയും പേടിക്കുന്നില്ല. രേണുസുതി അത് ഡിലീറ്റ് ചെയ്തിട്ടില്ല. സത്യം തുറന്നു പറഞ്ഞാലാണ് രേണുസുതിയുടെ ആ ഒരു, അല്ലെങ്കിൽ എന്റെ ഒരു വീഡിയോ അവിടെ കോപ്പിറൈറ്റ് ചെയ്തത്. അത് ഞാനല്ലെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ല, അദ്ദേഹമാണ്. അദ്ദേഹം തന്നെ പറയാം, എത്ര ബഹുമാനപൂർവ്വം ഞാൻ പറയുകയാണ്. അദ്ദേഹം എന്തിനാണ് ചേട്ടാ ഫേസ്ബുക്കിൽ നിന്നും എല്ലാം കോപ്പിറൈറ്റ് വിട്ട് എന്തിനാണ്? എന്റെ ഒരു വരുമാനമല്ലേ നിങ്ങൾ മുട്ടിക്കുന്നത്? ഒരു പാവം ഒരു വിധവയുടെ വരുമാനം മുട്ടിച്ചിട്ട് നിങ്ങൾക്ക് എന്താ? നിങ്ങൾ തന്നെയല്ലേ തോണ്ടിക്കൊണ്ട് വന്ന എന്നെ? ഞാൻ മര്യാദക്കിരിക്കുമല്ലോ, നിങ്ങളുടെ പേര് പോലും ഞാൻ പറയുന്നില്ലായിരുന്നല്ലോ. മര്യാദക്കിരിക്കുമ്പോ എന്റെ വായിക്കാത്ത കോലിട്ട് കുത്തി എന്നെ സംസാരിപ്പിച്ചിട്ട് പേടിച്ച് നിങ്ങൾ കോപ്പിറൈറ്റ് ചെയ്തു. എന്തിനാണ് ചേട്ടാ? ഇതിനൊന്നും ആവശ്യമില്ല. നിങ്ങൾ നന്നായിട്ട് നല്ല രീതിയിൽ പോകുന്ന ഒരു ഇതല്ലായിരുന്നു, വ്ളോഗർ അല്ലായിരുന്നോ? അപ്പൊ ഞാനും ഒരു ചെറിയ വ്ളോഗർ അല്ലേ എന്റെ ഒരു യൂട്യൂബ് ചാനലിൽ കൂടെ. അപ്പം ഞാൻ ഇടുന്ന വീഡിയോ നിങ്ങളല്ലേ എന്നെ കുത്തി, ഞാൻ പറഞ്ഞ പോലെ നാക്കെടുത്ത് നല്ല വായിക്കാത്ത കുത്തി എന്നെ സംസാരിപ്പിച്ചത്? ഞാനല്ലല്ലോ. ഞാൻ നിങ്ങളുടെ അടുത്ത് എതിരെ എന്തെങ്കിലും വന്നോ? നിങ്ങൾ പറഞ്ഞതിന്റെ ബാക്കിയാണ് ഞാൻ പറഞ്ഞത്, മനസ്സിലായോ? പിന്നെ 3 സ്ട്രൈക്ക് കിട്ടി അറിയാലോ, യൂട്യൂബേഴ്സിന്റെ ചാനൽ പൂട്ടി പോകുന്ന അറിയാലോ. ഒരു സ്ട്രൈക്ക് വന്നിട്ടുണ്ട്. എന്തായാലും ഞാൻ ആ വീഡിയോ പിന്നെ ഇടും. ഉടനെ ഈ വ്ളോഗ് കഴിഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വീഡിയോ ഇടും. അപ്പം ഇനി നിങ്ങൾ സ്ട്രൈക്ക് ഇട്ടാലും ഞാൻ വീണ്ടും ഇവിടെ എന്തായാലും ചാനൽ പൂട്ടി പോകും. 3-4 സ്ട്രൈക്ക് വന്ന അപ്പൊ ഞാൻ അടുത്ത യൂട്യൂബ് ചാനലുമായിട്ട് വരും, ഞാൻ വീഡിയോ ഇടുകയും ചെയ്യും. മിടുക്കാൻ പറഞ്ഞു. രേണുസുതി പേടിച്ചു, രേണുസുതി വ്ളോഗ് ഇത് ഡിലീറ്റ് ആക്കി. എന്റെ പൊന്നു കാരണത്തിരുന്ന് പറയണ ചേട്ടാ, ഞാനൊന്നും ഡിലീറ്റ് ചെയ്തിട്ടില്ല. അതേ നോക്കൂ, നിങ്ങൾ ആദ്യം വായിക്കൂ. ഇത് വായിച്ചിട്ട് നിങ്ങളൊരു വ്ളോഗ് ചെയ്യൂ. ഞാനാണോ ഇത് ഡിലീറ്റ് ചെയ്തത്, കോപ്പിറൈറ്റ് അടിച്ചത്? എന്തിനാ ചേട്ടാ അറിയാത്ത കാര്യങ്ങളൊക്കെ പറയുന്നത്? നമസ്കാരം, രേണുസുതി പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. സാജൻസ്കറിയ വ്ളോഗർ സാജൻസ്കറിയ ഞങ്ങൾക്കെതിരായിട്ട് പറഞ്ഞൊരു വ്ളോഗിന്റെ സത്യാവസ്ഥ ഞാനത് തുറന്നു കാണിച്ചപ്പം അതിനകത്ത് 2-3 ദിവസം ഈ സാധനം എന്റെ അക്കൗണ്ടിൽ കിടന്നിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അതില്ല. അപ്പൊ എന്റെ കുറച്ച് നല്ല ഫ്രണ്ട്സ് ഒക്കെ എന്നോട്, നീ ഇത്രയും ധൈര്യമുള്ളവളല്ലേ രേണുസുതി, നീ എന്തിനാണ് ആളെ പേടിച്ചിട്ട് നീ അത് കളഞ്ഞത്? ഞാൻ പറഞ്ഞു, എപ്പോ കളഞ്ഞു? ഞാൻ ചെക്ക് ചെയ്തപ്പോൾ വന്ന മെയിൽ ഞാൻ കാണിച്ചു തരാം. ഹായ് രേണുസുതി, വി റിസീവ്. ഞാൻ നിങ്ങളെ കാണിച്ചു തരാം.